ഞാനിപ്പോ ഒരു മലന്റെ മേലെ വന്നിട്ടാണുള്ളത്. ആൻഡ് ഫോർ ദ നെക്സ്റ്റ് 24 hours ഞാനിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാണാൻ അടിപൊളിയാണെങ്കിലും കാട് കൊണ്ട് മൂടപ്പെട്ട വെസ്റ്റേൺ ഗിഡ്സിലെ ഈ ഒരു മലയില് ഡേഞ്ചറസ് ആയിട്ടുള്ള കാട്ടുപന്നിയും ആനയും ഉൾപ്പെടെ കുറെ മൃഗങ്ങളുണ്ട്. സോ ഫോർ ദ നെക്സ്റ്റ് 24 hours നമ്മൾ ഈ ഒരു മൃഗങ്ങളിൽ നിന്നുകൂടിയാണ് സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബട്ട് ഗൈസ്, ആദ്യം ഒരു കാര്യം ക്ലിയർ ചെയ്യാം. നമ്മൾ 20 മണിക്കൂർ മാത്രമേ ഈ ഒരു മൗണ്ടന്റെ മേലെ നിൽക്കുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ മേലോട്ടേക്കും താഴോട്ടേക്കും 2.5 മണിക്കൂർ വീതം ട്രക്ക് ചെയ്യാനുണ്ട്. സോ അതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ 24 hours സർവൈവൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു 24 hours നമുക്ക് ലേശം ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതെന്തെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ തന്നെ ഈ ഒരു 24 hours സർവൈവ് ചെയ്യണ്ടേ, അതിന് ഞാൻ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ നെക്സ്റ്റ് 24 മണിക്കൂറിലേക്കുള്ള സർവൈവൽ കിറ്റ്. ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ഒരു ടെന്റ് ഉണ്ട്, പിന്നെ ഈ ഒരു ബാഗിൽ ഒരു ബ്രെഡും ജാമും, 2 പാത്രവും 2 ബെഡ്ഷീറ്റും 4 കുപ്പി വെള്ളമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ പൊന്ന് സേവിച്ച ഞാനൊരു നഖംപെട്ട് പോലും കരുതാണ്ടാണ് വന്നത്. അഥവാ എന്തെങ്കിലും മുറിക്കേണ്ടി വന്നാൽ ഞാൻ എന്ത് വെച്ച് മുറിക്കും? പക്ഷെ അതൊരു വലിയ പ്രശ്നമായിരിക്കില്ല എനിക്ക് തോന്നുന്നത്. ഇതെന്നെ മതിയാവും 24 മണിക്കൂർ സർവൈവ് ചെയ്യാൻ. പക്ഷെ നമ്മൾ വെറുതെ 24 മണിക്കൂർ സർവൈവ് ചെയ്യാനല്ല വന്നിട്ടുള്ളത്. വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് തീർക്കാണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? പറഞ്ഞുതരാം. 24 മണിക്കൂർ ഈ ഒരു മലന്റെ മേലെ നിൽക്കുന്നതിന്റെ കൂടെ ഇത്രയും കാര്യങ്ങളൂടെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് ഈ ഒരു സർവൈവിംഗ് വീഡിയോ ഫിനിഷ് ആവുള്ളൂ. ഇത്രയും കാര്യം നമുക്ക് ചെയ്യാണ്ടെങ്കിലും ഒന്നിനും എനിക്കിപ്പോൾ എനർജി ഇല്ല ഗൈസ്. 2.25 മണിക്കൂർ ട്രക്ക് ആയിട്ടാണ് ഇതിന്റെ മേലേക്ക് കയറിയത്. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയൊന്നും ആയിട്ടില്ലെങ്കിലും ഉച്ചക്കത്തേക്ക് ഞാൻ തിന്നാൻ കൊണ്ടുവന്ന ബ്രെഡ് ഉണ്ട് ഗൈസ്. തൽക്കാലം ഇപ്പോൾ അതടിക്കാം. ബ്രെഡിന് ഭയങ്കര ടേസ്റ്റ് ഒന്നും. പക്ഷേ 2.5 മണിക്കൂർ ശേഷം ഒരു സാധനം അകത്തേക്ക് പോകുമ്പില്ലേ, നല്ല സുഖമുണ്ട്. അവിടെ നിന്ന് ജാമും കൂട്ടി ഒരു 5-6 കഷ്ണം ബ്രെഡ് അടിച്ചിട്ട് നല്ല വെയിലായിരുന്നെങ്കിലും ഞാൻ നേരെ പണിക്കറി. അങ്ങനെ ബ്രെഡ് കഴിച്ചു കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ ഒരു കുപ്പി വെള്ളവും തീർന്നു ഗൈസ്. വെള്ളം ആകെ 4 കുപ്പി വാങ്ങിയിട്ടുള്ളൂ. നമ്മൾ ബാക്കിയുള്ള ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമല്ല നമുക്ക് കുടിക്കുകയും വേണം. സോ സൂക്ഷിച്ച് കണ്ട് ഉപയോഗിക്കണം. വിശപ്പെല്ലാം മാറിയ സ്ഥിതിക്ക് ഇനി നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് ഷെൽട്ടർ ഉണ്ടാക്കണം. പക്ഷേ ഈ നട്ടപ്പുറത്തെ വെയിലത്ത് വേണം തോന്നുന്നില്ല. കാരണം നമുക്ക് ഒരു ചാപ്പൽ ഉണ്ടാവും, അവിടെ നമുക്ക് തൽക്കാലം ഇരിക്കാം. സോ ടെന്റ് വൈകുന്നേരം സെറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഫയർ നമുക്ക് വേണം. അതും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, നൈറ്റിലേ വേണ്ടുള്ളൂ. പക്ഷേ നൈറ്റിൽ പോയിട്ട് വിറക് വറക്കാൻ തന്നെ പറ്റില്ല. ഇപ്പം തന്നെ ഇടയിലുള്ള കുറച്ച് ചുള്ളിക്കമ്പും സാധനങ്ങളും സെറ്റാക്കി വെക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ആദ്യം തന്നെ നമുക്ക് നിലത്ത് എന്തെങ്കിലും കിടക്കുന്നുണ്ടോ നോക്കാം കേട്ടോ. പാമ്പോ വൈതാരം എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഉണങ്ങിയ പെർഫെക്റ്റ് സാധനം ഗൈസ്, പെർഫെക്റ്റ്. ഇത് കുറേ നേരം കത്തി. ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയത് നല്ലതായിരുന്നു. ഞാൻ ഇത് പൊട്ടിക്കാന്ന് വെച്ചിട്ട് വന്നപ്പോൾ കണ്ടാണ്. ഇല്ല, ഇതെല്ലാം ഉണങ്ങിയതല്ലേ? ഇല്ലടാ, ഇതൊന്നും ഉണങ്ങിയതല്ലടാ, ഇതെല്ലാം പച്ചയാടാ. ഇതിന്റെ കളറാ ഇങ്ങനെയാന്ന് തോന്നുന്നു. സാധനം പ്ലാൻ ആദ്യം പാള് കാണല്ലോ ഗൈസ്. എന്തായാലും കിട്ടിയ വിറക് ഞാൻ തൽക്കാലം അവിടെ കൊണ്ടിട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വരുക. നമ്മളെ ആദ്യത്തെ സെറ്റ് വിറകായിന് ഗൈസ്. ഇനി മുന്നേ ഇവിടെ കുറെ ആൾക്കാർ ക്യാമ്പെല്ലാം ചെയ്തിരുന്നത് തോന്നുന്നത്. ഓൾറെഡി കത്തിച്ച സ്ഥലം കാണുന്നുണ്ട്. അതുകൊണ്ട് ഡേഞ്ചർ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് ഞാൻ അവിടെ തന്നെ വെക്കുകയാണ്. കാരണം ഇവിടെ ഫുള്ള് ഉണങ്ങിയ പുല്ലെല്ലാം കാണുന്നത്. നമ്മൾ കാരണം ഇനി തീപിടുത്തായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ സേഫ് ആയിരിക്കും. പക്ഷേ ആ 4 വിറക് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനിയും കുറെ തപ്പണം ഗൈസ്. കുറെ നടക്കാണ്ട് ഈ പൊരിയുന്ന വെയിലത്ത്. നമുക്ക് വിറക് തപ്പിട്ട് കുറെ നടന്ന് അവിടെ ഇവിടെ മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഉണങ്ങിയ ചുള്ളിക്കമ്പ് എന്ന് പറയുന്ന സാധനം അവിടെ നോക്കിയിട്ട് കാണുന്നുണ്ടായിട്ടില്ല. അവസാനം വേറെ വഴിയില്ലാണ്ട് എനിക്ക് മരത്തിൽ വരെ കയറേണ്ടി വന്നു. ഇല്ലടാ, ഉണങ്ങിയല്ല കുഞ്ഞു കുഞ്ഞേ കിട്ടുന്നുള്ളൂ. അയ്യോ, ഇതൊന്നും ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ കയറിയപ്പോൾ എളുപ്പമായിരുന്നല്ലോ. നമ്മൾ വിചാരിച്ച അത്ര സാധനമൊന്നും കിട്ടിയില്ലെങ്കിലും ലേശം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മലന്റെ മേലെയുണ്ട്, നല്ല വെയിലുണ്ടായിന്. പക്ഷെ നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി വിറക് വേണം. അതുകൊണ്ട് ഞാൻ ആ ഒരു വെയിലൊന്നും കാര്യമാക്കാണ്ട് ആ മല മൊത്തത്തിൽ നടന്ന് എന്നിട്ട് കൺമുന്നിൽ കണ്ട എല്ലാം ഉണങ്ങിയ ചപ്പും ചവറും വരെ ഞാൻ വാരിക്കൂട്ടി. നമ്മളെ കൊണ്ട് വീടിന്ന് തപ്പി കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു മരക്കഷ്ണവും ഉണങ്ങിയ പുല്ലും എല്ലാം നമ്മൾ ആളെ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടാസ്ക് നമ്മൾ കുറച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ടാസ്കിലേക്ക് പോവാ. ഇപ്പറഞ്ഞ നെക്സ്റ്റ് ടാസ്കിലേക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്നതാണ്. ഈ മല കയറി വന്നതിന്റെ വെയിൽ കൊണ്ട് നടന്നതിന്റെ എല്ലാ ക്ഷീണം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അതും കുറച്ചധിക നേരം. ഭയങ്കര വെയിലാണ്ട് ലേശം നേരം ഒന്ന് വെറുതെ ഇരുന്നീര് അങ്ങ് ഉറങ്ങിപ്പോയി. സമയം ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. നേരത്തെ നമ്മൾ ബ്രെഡ് കഴിച്ചിട്ടാണ് കിടന്നെങ്കിലും എനിക്ക് ഇപ്പോഴും നല്ലോണം വിശക്കുന്നത്. പക്ഷെ വേറെ സാധനമൊന്നുമില്ല. സോ ബ്രെഡ് തന്നെ ഒന്നും കൂടെ ചാമ്പ. വീണ്ടും ഒരു 3-4 കഷ്ണം ബ്രെഡ് ജാമും കൂട്ടി അടിച്ചിട്ട് ഞാനെടുത്ത് പണി ചെയ്യാൻ ഇറങ്ങി. ഫുഡെല്ലാം കഴിച്ചതിനപ്പോഴത്തേക്കും ഇവിടെ നല്ല കാറ്റാവാൻ തുടങ്ങി. നമ്മളിനി വെയിൽ പോകുന്ന കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഷെൽട്ടർ പണിയാലും നമ്മളെ അടുപ്പ് കൂട്ടലും ഒന്നും നടക്കൂല. സോ ഷെൽട്ടർ പണിയാൻ ഇനിയും കുറച്ചും കൂടെ സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ വിറകല്ല് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം കല്ല് സെറ്റ് ചെയ്യലാണ്. ഒരു കല്ല് സെറ്റ്. അടുപ്പാക്കാൻ വലിയ പാടണമെന്ന് തോന്നുന്നില്ല. കുറച്ച് ഇങ്ങോട്ട് വെക്കാം. ഇനി അപ്പുറം തീ പിടിക്കണ്ട.
അതാണ് നമുക്ക് ഇരിക്കാനും ഉപയോഗിക്കാം. പക്ഷെ അതിലും നല്ലത് കടുപ്പ് കിട്ടുന്നതായിരിക്കും തോന്നുന്നു. 2 വെച്ചാൽ മതി അല്ലേ? 3 നോക്കണ്ടല്ലോ, 2 മതി. അതെല്ലാം ആർഭാടൊന്നും വേണ്ട. ഇപ്പം രാത്രിയാകുമ്പോൾ അതിൽ തീ കത്തിക്കണം, മീനുണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ 2 ഒബ്ജക്റ്റീവ് അങ്ങ് കംപ്ലീറ്റ് ആയി കിട്ടും. സോ ഇനിയിപ്പോൾ ഷെൽട്ടർ ഉണ്ടാക്കലാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഷെൽട്ടർ ഉണ്ടാക്കുന്നതിന് മുന്നില്ല ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ചുറ്റി കാണിച്ചിടാം. ഞാൻ തന്നെ ഇത് ഫുള്ളായിട്ട് കണ്ടില്ല, വന്നപ്പോൾ ഇതിൽ പണിയായിരുന്നു, പിന്നെ അവിടെ കുറങ്ങിപ്പോയല്ലോ. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചുതരാം. കാട് കൊണ്ടെല്ലാം ചുറ്റപ്പെട്ട വലിയൊരു മലയാണെങ്കിലും ഇത് മലയാ ടൂർ ഓഫ് മലബാർ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ കുരിശും ഒരു ചാപ്പലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുകൂടാണ്ട് വേറൊന്നും കാര്യമായിട്ട് ഇവിടെ ഇല്ലെങ്കിലും കുറച്ചങ്ങോട്ട് ഈ ഒരു കാട്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ മലന്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാല് യു ക്യാൻ സീ ദ ഹോൾ മൗണ്ടൻ റേഞ്ച്. എന്റെ മോനെ സീന്, ഇതൊന്നും ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇടിപ്പം എന്തോ മൂടലായിട്ടാണ് ഉള്ളത്, മര്യാദക്ക് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ക്ലിയർ ആയിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ ഇല്ലേ വേറെ ലെവൽ. എനിക്ക് തോന്നുന്നത് നമ്മൾ മൊത്തം ചുറ്റും മലയാണ്. ആ സൈഡ് മല, ഈ സൈഡ് മല, താഴെ എല്ലാവരും ഫുള്ള് മല. നമ്മൾ എല്ലാ മലൻ്റെയും നടുക്കുള്ളൊരു മലയിലും ഏറ്റവും ടോപ്പിൽ വന്നിട്ടാണല്ലേ ഗൈസ്. ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചത്. പക്ഷേ ഇത് എഡ്ജാണ് ഗൈസ്, നമുക്ക് ഇവിടെ കുറച്ച് ഡേഞ്ചറാണ് ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് നമ്മൾ ടെൻ്റ് തൽക്കാലം നമ്മൾ ആദ്യം അടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയായിരിക്കും അടിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ കുറച്ചധികം നേരം ഇരിക്കാണ്ട് പോകാൻ കഴിയില്ല. അത്രക്ക് സൂപ്പറാണ്. സോ ഞാൻ ആ ഒരു മലന്റെ മേലെയുള്ള എല്ലാ കാഴ്ചയും കണ്ട് കാറ്റും കൊണ്ട് കുറെ നേരം ഇരിക്കുകയും കിടക്കുകയും എല്ലാം ചെയ്ത് കുറച്ചു നേരം എനിക്ക് ബോധം വന്ന് നമുക്ക് ടെന്റ് ഉണ്ടാക്കാനുണ്ടെന്ന്. അതുകൊണ്ട് ഇരുട്ടാന്നതിന് മുന്നേ വേഗം താഴേക്ക് ഇറങ്ങി നമ്മളെ ടെന്റ് സെറ്റ് ചെയ്യാൻ പോയി. നമ്മൾ ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളെ ഷെൽട്ടർ ബിൽഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഇവിടുത്തെ സൂര്യൻ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല കഴിയും, അത് പോകുന്നില്ല, കുറച്ചധികം നേരം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ലൈറ്റ് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ ടൈമാണ് ഇത് വാങ്ങിയിട്ട് ഇതിൻ്റെ സ്റ്റിക്കർ അയച്ചിട്ടില്ല. അപ്പം എനിക്ക് വലുതായിട്ടൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യം ഇവിടെ മാനുവൽ എല്ലാം ഉണ്ട്, അതെന്തായാലും അടിപൊളിയായി. പടിക്കഷ്ണെല്ലാം ഉണ്ട്, പടച്ചോനറിയാം എന്താ ചെയ്യേണ്ടത്. ഇതെന്താ ഇങ്ങനെ പടച്ചോനെ ഒന്നും തിരിയുന്നില്ലല്ലോ. ഓക്കെ, ഇത് 2 വടിയാ. ഇപ്പം എനിക്ക് ലേശം ഓർമ്മ വന്ന് ഇന്നലെ അയച്ച് കാണിച്ചതിനു. അതെയോ വടിയെല്ലാം നേരാക്കാം. അത് നേരായി, 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 നേരായി. നേരായി. ഇവിടെ കൊളത്തണം. എനിക്ക് ഇതിങ്ങനെ നിൽക്കണം. എനിക്ക് ഈ കുളത്ത് നമ്മൾ കൊളത്തുക. ഓക്കെ, 1. ഇനി ഇത് ഓരോ കുളത്തായിട്ട് കൊളത്തുക. ഈവൻ ദോ ആദ്യം ഞാൻ ചെറുതായിട്ടൊന്ന് പതറിയെങ്കിലും മെല്ലെ മെല്ലെ ആ ഒരു ഐഡിയ എനിക്ക് കിട്ടി. ആൻഡ് ഇറ്റ് ബിക്കേം ഈസി. ബേസിക്കലി നമ്മളെ ടെന്റ് സെറ്റ് ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. നമുക്ക് ബെഡ് വാങ്ങാൻ പറ്റില്ല, ബെഡിന് കൊടുക്കത്തെ പൈസ. അതുകൊണ്ട് തൽക്കാലം കുഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്പിളി കൊണ്ടുവന്നിന്. കാണാ കമ്പിളി തായെല്ലാം ഭയങ്കര കല്ലാട്ടാ. ഈ ഒരു കമ്പിളിയും കൂടി ഇല്ലെങ്കിൽ കോമഡി ആയേനെ. പക്ഷെ എന്നാലും തലയും കുറവാണ് നമ്മളെ ഫോക്കസ്. മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളെ ടെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഷെൽട്ടർ ബിൽഡ് ചെയ്ത് ആരും പേടിക്കേണ്ട ഗൈസ്. ജെർസന് ഇതിനുള്ളിൽ കിടക്കാൻ പറ്റും. 2 ആൾക്കുള്ള ടെന്റാണ്. ടെന്റ് സെറ്റ്, ടെന്റെല്ലാം സെറ്റായ സ്ഥിതിക്ക് ഗൈസ് നമുക്ക് വേറെ വലിങ്ങനെ പണിയൊന്നുമില്ല. ഈ രാത്രിത്തെ ഒരു മീൽ ഉണ്ടാക്കാനാണ്. അത് നമുക്ക് തീയെല്ലാം കത്തിക്കണം. പക്ഷെ ഇപ്പം എനിക്ക് അതിനൊന്നും ചിന്തിക്കാനുള്ള ടൈമില്ല ഗൈസ്. ടെന്റ് സെറ്റാക്കിയാൽ എനിക്ക് എന്തിനാണെന്നറിയില്ല, വീട് വെച്ച പോലത്തെ ഹാപ്പിനെസ് ആണ് എനിക്കിപ്പോൾ. ഇവിടുന്ന് കാണുന്ന വ്യൂ അടിപൊളിക്കുന്നുണ്ടാകാൻ കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്ക് എത്രത്തോളം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. സീനാണ് ഗൈസ്, എന്ത് രസമാണ് ഗൈസ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ടെന്റില് ആ ഒരു മലന്റെ മേലെ അസ്തമിക്കാനായ ഒരു സൂര്യനെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. അതുകൊണ്ട് തന്നെ സൂര്യൻ അവിടെ നിന്ന് പോകുന്നത് വരെ നമ്മൾ ഇങ്ങനെ അവിടെ നിന്ന് കാഴ്ചയെല്ലാം കണ്ട് ആസ്വദിച്ച് ഗൈസ്. അങ്ങനെ ഇവിടുത്തെ മൊത്തം വെളിച്ചവും പോയിരിക്കുകയാണ്. സൂര്യനെല്ലാം അപ്രത്യക്ഷമായി. അവിടെ ഇവിടെയെല്ലാം മലയുണ്ടെങ്കിലും കോടയെല്ലാം മൂടിയിട്ട് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. താഴെയിലാണെങ്കിൽ ഓരോ വീടിനും ഷോപ്പിലെല്ലാം ലൈറ്റ് മാത്രം നമുക്ക് കാണാം. അത് കാണാൻ നല്ല രസമുണ്ട്. രസം മാത്രമേ ഉള്ളൂ. ഇത്ര നേരത്തെ കളിയും ചിരിയെല്ലാം പോയി. എൻ്റെ മുഖത്ത് ചിരിയുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ടെന്റ് സ്റ്റേ ചെയ്യുന്നത്. എല്ലാം മൃഗമെല്ലാം ഉണ്ടാവും എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഒന്നുമില്ലാണ്ട് എന്താ വയ്യേനു. നമുക്ക് രാത്രി ആയതുകൊണ്ട് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും ഇല്ല, താഴോട്ട് ഇറങ്ങാനൊന്നും പറ്റുമെന്നില്ല. ഇവിടെ തന്നെ നിൽക്കണം. താഴെ പോകണം എന്ന് വിചാരിച്ചാലും പറ്റൂല, രാവിലെ ആവാണ്ട് അനങ്ങാൻ വേണ്ടി പറ്റില്ല. സോ നമ്മൾ സ്റ്റക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കുക, ഒരു മീൽ ഉണ്ടാക്കാന്നുള്ളത്, പിന്നെ കിടന്നുറങ്ങാം. അത്രയേ ഉള്ളൂ. സമയം ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു 8-8:30 എല്ലാം ആകുമ്പോൾ നമുക്ക് ആ ഒരു മീൽ ഉണ്ടാക്കാം. അതിന് ഫയർ ബിൽഡ് ചെയ്യണം. അത് പറ്റുമോ എന്നറിയില്ല. ഇനി ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഹോപ്പ്ഫുള്ളി മൃഗങ്ങളൊന്നും വരില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഉള്ളിൽ നല്ല പേടിയായിട്ട് ഇരുട്ടത്ത് ആ മലന്റെ മേലെ ഞാൻ അങ്ങനെ നിന്ന് ഫോണും നെറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സമയം പോന്നുണ്ടായിട്ടില്ല. പിന്നെ കുറെ നേരം ആകാശത്ത് നോക്കിയും താഴെ ഏതോ പള്ളിപ്പെരുന്നാളിന് പൊട്ടിക്കുന്ന പടക്കമെല്ലാം നോക്കിയിട്ടും ഞാൻ കുറച്ച് ആശ്വാസം കണ്ടെത്തി. അപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. ഇവിടെ ഫുൾ ഇരുട്ടാ. ഫയർ കത്തിക്കാനും മീലുണ്ടാക്കാനുള്ള ടാസ്ക് കാത്തിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളിത്
ഉച്ചക്ക് എടുത്ത് വെച്ച് ഇവിടെ മൊത്തം ഇപ്പം മഞ്ഞായിട്ടുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇനി ടാസ്ക് ആയിരിക്കും ഇത് കത്തി വരാൻ. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തിട്ടേ ഇല്ലാത്തൊരു മനുഷ്യൻ, ഒരു ചിക്കൻ ഗ്രില്ല് പോലും അടിക്കാത്ത ഒരാളാണ്. എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്. നമ്മളെന്തായാലും പേപ്പർ ഉണ്ട് അതിന്. ആദ്യം ഫയർ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് മീലാക്കേണ്ടതാ. എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പി വൈകാണ്ട് തന്നെ നമുക്കൊരു തീ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. കത്ത് മോനെ, കത്തൻ്റെ പുല്ലേ, കത്ത്. പുകയെല്ലാം വരുന്നുണ്ട്. ഈ വർഗം പൊള്ളിക്കെല്ലാം തീ പിടിച്ചാൽ മതിയെന്ന് പുകന്ന് തോന്നിയിട്ടാണെങ്കിലും. അയ്യോ കണ്ണെരിയുന്നു. ശേഷം നമ്മൾ ചപ്പലും മാറിയിടാം. നമ്മളുടെ പുല്ലെല്ലാം കത്തീന കേട്ടോ, പക്ഷേ സംഭവം കത്തുന്നില്ല. വിറക് 1-2 വിറകിന് ഇത് പിടിച്ച് അതിന് വെക്കാൻ അയ്യ നമുക്ക് പറ്റുന്ന പോലെ ആക്കാം. ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, തീയെല്ലാം കിട്ടും കേട്ടോ, ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാന്ന്. ഞാനുള്ള പുല്ലും പേപ്പറും വിറകും എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് കത്തിച്ച് അതിൽ വന്ന പുക കൊണ്ട് എന്റെ കണ്ണിന്ന് വെള്ളം വന്നതല്ലാണ്ട് തീ പിടിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. രാത്രി ഒന്നും തിന്നാണ്ട് കിടന്ന് ഉറങ്ങേണ്ടി വരുന്നു വിചാരിച്ചിരുന്നപ്പോ ഞാൻ അവസാനമായിട്ട് ഒറ്റ ട്രൈ കൂടെ നടത്തി. അപ്പണ്ടല്ലേ വിറക് ഒന്ന് തീ പിടിക്ക്, വിറകേ പ്ലീസ് വിറകേ. ഇപ്പൊ വേറെ വയ്യൊന്നുമില്ല കൈസ്, വീട്ടിൽ തന്നെ മതിയാവും. ഒരു വിറകെ ഒന്ന് തീ പിടിച്ചില്ലെങ്കിൽ വെള്ളമൊന്ന് തിളച്ചിട്ട് വേണം നമുക്ക് ആ ഇപ്പിടാൻ. അതോ ഒരു വിറകിനെ പിടിച്ച്. കമോൺ വിറകെ, കമോൺ, യു ക്യാൻ ഡു ഇറ്റ്, ഐ ബിലീവ് ഇൻ യു. ഞാൻ എന്തായാലും ഇപ്പിടാൻ നിൽക്കുന്ന ലേശം വേവെങ്കിൽ ലേശം വേവ് ഇന്നത് കഴിച്ചിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. ലേശം പിടിച്ച് ഇനി ലേശം കൂടെ വിറക് വെച്ച് കൊടുക്കണം. വേടാ വിറക് കിട്ടടാ, അത് കാണിക്കടാ, കണ്ണ് കാണുന്നില്ലടാ. ലേശം ചെറിയ വിറക് തിളക്കുന്നുണ്ട്. ലേശം ചൂടായി വരുന്നുണ്ട്. കമോണ്ടാ. പറഞ്ഞത് കൈസ്, വിട്ടു കൊടുക്കരുത്. ഒരു തവണ നിങ്ങൾ എന്തിനെങ്കിലും തോറ്റിനും വിട്ടു കൊടുക്കരുത്. തീ പിടിപ്പിച്ചിട്ടേ തിരിച്ചു പോകാൻ പാടുള്ളൂ. നൂഡിൽസ് തിന്നണം എന്ന് വെച്ചാൽ തിന്നണം. ദൈവമേ തീ കെടല്ലേ, ഞാൻ ഡയലോഗ് അടിക്കുന്നയാ. ഇല്ല ഗൈസ്, തീ കെട്ടില്ല. അവിടെ ഒരു 10 മിനിറ്റിന് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് കാത്തിരുന്ന ആ ഒരു ഇപ്പി ഫുള്ളി കുക്ക്ഡ് ആയിട്ട് നമുക്ക് കിട്ടി. നമ്മളെ ഇപ്പി അടുപ്പൊന്ന് എടുക്കുകയാണ്. ചെറുങ്ങനെ അടി പിടിച്ചോലൊരു തോന്നലുണ്ട്. നമ്മൾ അടുപ്പത്ത് വെച്ചിടുന്ന ഒറ്റയ്ക്ക് ഉണ്ടാക്കി ഇപ്പി ലേശം ചൂട് വന്നിട്ടുണ്ട്. കാണാൻ അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ്. വെള്ളം ഓവറും ഇല്ല, വെള്ളം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടും ഇല്ല. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഗൈസ്. എൻ്റെ അടുപ്പത്തുണ്ടാക്കിയ ഇപ്പി കണക്കുള്ളല്ലേ. സത്യം പറയണല്ലോ ഗൈസ്, ഭയങ്കര അടിപൊളി ഒന്നുമില്ല. സാധാരണ നമ്മൾ മലൻ്റെ മേലെല്ലാം പോയിട്ട് ഒരു മാഗിയെല്ലാം തിന്നൂല്ലേ തട്ടുകടയെന്നല്ലോ, അതിൻ്റെ അടുത്ത് പോലും വെക്കാൻ പറ്റില്ല. പക്ഷേ ഐ എം റിയലി ഹാപ്പി. ഇങ്ങനത്തെ ഒരു സാധനം ഇന്ന് തിന്നാൻ പറ്റുന്നേ ഞാൻ വിചാരിച്ചില്ല. ആദ്യത്തെ തീ കത്തിക്കലുണ്ടപ്പോൾ പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തില്ല, നമ്മൾ ഉണ്ടാക്കി കഴിച്ചു മാഗി. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഒരു സാധനം വിട്ടുകൊടുക്കരുത്. മൂക്കുന്നെല്ലാം വെള്ളം ഒലിച്ചാൽ പോലും വിട്ടുകൊടുക്കരുത്. എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സൂപ്പർ അല്ലെങ്കിലും പെർഫെക്റ്റ് അല്ലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്താൽ ഇതാ ഒന്നുമില്ലാത്തതിനെക്കാട്ടിയും എന്തെങ്കിലും എല്ലാം ആയിട്ടുള്ള നല്ലൊരു സാധനം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ തീയും കത്തിച്ച് മാഗിയിൽ നിന്ന് ഒബ്ജക്റ്റീവ്സിലെ 2 ടിക്ക് ചെയ്ത് ഞാൻ കിടക്കാൻ വേണ്ടി റെഡിയായി. അങ്ങനെ നമ്മളെ ഫുഡ് അടിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം രാത്രി ബാക്കി ഒന്നുമില്ല, ജസ്റ്റ് കിടന്നുറങ്ങാം, അത് മാത്രമേ ഉള്ളൂ. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ടു ബി ഓണസ്റ്റ് ഇപ്പം ലേശം പേടി കുറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമൊന്നുമല്ല. ഇപ്പം കിടന്ന നല്ല ഉറക്കം കിട്ടണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ, രാവിലെ എണീച്ചാൽ പോരെ. ഹോപ്പ്ഫുള്ളി ഐ വിൽ സീ യു ടുമോറോ മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് എന്നല്ല ഗൈസ്, മര്യാദക്ക് ഇന്നലെ ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ 2:30 എണീച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മളൊരു ഇൻഫ്ലേറ്റബിൾ ബെഡാറ്റം കൊണ്ടുപോയിട്ട് നിലത്ത് ഫുള്ള് കല്ലും ഇതെല്ലാം ആയിട്ട് ഒരു കുഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എണീച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഫുള്ള് ആടന്ന് കിടന്നല്ലോ ഒച്ചയെല്ലാം കേൾക്കുന്നത്. ഞാൻ വല്ല ആനയാറ്റം വന്ന് ചവിട്ടുന്നുള്ള പേടിയിൽ ഉറങ്ങാനും പറ്റുന്നില്ല. അന്നേരം മുതൽ ഇത്ര നേരം ഞാനിങ്ങനെ കണ്ണും തുറന്ന് കിടക്കാണ്. മുന്നത്തെ ലൈറ്റും മേലെ ആകാശത്തിലും ഫുൾ സ്റ്റാർസ് ലൈറ്റ് അതെല്ലാം നോക്കി കിടന്ന്. പക്ഷെ ബോറടി ചെയ്യാനും കേട്ടോ, നല്ല ബോറടിയും. സമയം പോകുന്നേ ഉണ്ടായിട്ടില്ല. എങ്ങനെയോ ഇപ്പം 6:30 ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇപ്പം വെളിച്ചം വന്നില്ല, സൺറൈസ് വരുന്നേ ഉള്ളൂ. അതിനു മുന്നേ തന്നെ മുന്നിൽ മൊത്തം ഇങ്ങനെ കോടയിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന എനിക്ക് കാണാൻ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, വെളിച്ചം വരണം. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു സൺറൈസും കൂടെ നമുക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുമായിരിക്കും. എൻ്റെ ഫോണിൽ ചാർജ് ചെയ്തേ അതിന് മുമ്പേ സൂര്യൻ വന്നാൽ മതിയായിരുന്നു. സൂര്യൻ വരുന്നത് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആ കാട്ടിലൂട്ട് നടന്ന് മലന്റെ ഏറ്റവും മേലെത്തി. അവിടെ ചെന്നപ്പോ കണ്ടൊരു കാഴ്ചയുണ്ട്. സൂര്യന്റെ ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഉണ്ട്, ആകാശം മൊത്തം നല്ല പെയിന്റ് അടിച്ച് വെച്ച പോലെ. അതിൻ്റെ ഇടക്ക് കോടയും ഫുൾ മലനിരകളും
കുറച്ച് റിസ്ക്കും കുറെ കഷ്ടപ്പാടും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം അതെല്ലാം വേർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സീനറൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായില്ല. ഗൈസ് നമ്മള് സൺറൈസ് കാണാൻ വന്നിട്ടുണ്ട്, പക്ഷേ സൂര്യൻ ഉദിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെയും കാണാൻ പറ്റുന്നില്ല. ഏതോ കോടന്റെ ഇടയിലായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഈ സൂര്യൻ ഉദിച്ച് ഫുള്ളായിട്ട് വരുന്നവരെ നിൽക്കാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മുടെ ഫോണിന്റെ ചാർജ് 5% എന്റെ പവർ ബാങ്കിന്റെ ചാർജും തീർന്ന്. അവിടെ മാത്രമല്ല ഗൈസ്, ഇവിടെ മൊത്തം കോടടിച്ചെടുക്കാണ്. ആ സൈഡിലെല്ലാം നോക്കിയേ, ഫുള്ളും ഇങ്ങനെ ഒഴുകാണ്. ഫോണിന്റെ ചാർജ് എല്ലാം തീരാനായതുകൊണ്ട് നമ്മളിപ്പം ഈ ഒരു 24 hours സർവൈവിംഗ് ഇൻ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ടെൻ്റെല്ലാം പാക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുന്നതായിരിക്കും. അപ്പം നിങ്ങളും ഇടയ്ക്ക് ടെൻ്റെല്ലാം അടിക്കുക, പക്ഷേ മൃഗമൊന്നും ഇല്ലാത്തടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതാ ഇവിടെ കാണുന്ന സർവൈവിംഗ് വീഡിയോ കൂടെ കണ്ടുപോയിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഞാൻ എന്തായാലും ലേശം നേരം കൂടി ഇടിഞ്ഞിട്ട് ഫോണിൻ്റെ ചാർജിൽ നിന്ന് ഇറങ്ങിപ്പോ.